സോ ബേസിക്കലി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടി ഡിപ്ലോമ ആവശ്യമുണ്ടോ? ഇതാണ് ലൈക്ക് റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂ. അല്ലെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും മിക്കവാറും, ഒരു പരിധി വരെ എല്ലാവരും. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ബ്ലേസി. ഞാനൊരു ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഖത്തർ എയർവേസിൽ. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട പോലെ ഞാൻ ഈ ക്യാബിൻ ക്രൂ റിലേറ്റഡ് വീഡിയോസ് പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടപ്പോൾ എനിക്ക് കോമൺലി വന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിലും യൂട്യൂബിലും കുറച്ച് വന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ കോമൺലി വന്ന ക്വസ്റ്റ്യൻസിൽ ഒരു 5-6 എണ്ണത്തിന് ഉള്ള കുറച്ച് ഉത്തരം ഞാൻ പറയാമെന്ന്. പ്ലീസ് ഡോണ്ട് മൈൻഡ്. എൻ്റെ തൊണ്ടയൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വലിച്ച് ഇരിക്കണത്. അപ്പോൾ അത് ചിലപ്പോൾ വീഡിയോയിൽ ഇടക്കിടക്ക് ഉണ്ടാകും. സോ ബെയർ വിത്ത് മീ. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം, കോമൺലി വന്ന ചോദ്യങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഹൗ ടു അപ്ലൈ ടു ബി എ ക്യാബിൻ ക്രൂ. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. ഞാൻ 2-3 പേർക്ക്, കുറച്ചധികം പേര് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അവർക്ക് പേഴ്സണലി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിൽ പെർട്ടിക്കുലർലി പറയണമെങ്കിൽ careers.qatarairways.com. അപ്പോൾ അവരുടെ ഈ വെബ്സൈറ്റിൽ കയറുമ്പോൾ അവരുടെ റിക്രൂട്ട്മെൻറ്റ് ഏതൊക്കെയാണ്, നടക്കുന്നത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ബേസിക്കലി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക. ഖത്തർ എയർവേസ് ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ careers.qatarairways.com എന്ന് പറഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ അവരുടെ റീസെൻറ്റ് ഇൻ്റർവ്യൂ ഏതൊക്കെയാണ് നടക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ക്ലിക്ക് ചെയ്യുക. അതിൽ 2 തരം ഉണ്ടാവും. അല്ലെങ്കിൽ വാക്കിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രീറ്റ് ആൻഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതാണോ നമ്മുടെ അടുത്ത് നടക്കണത്, അല്ലെങ്കിൽ ഏതിലാണോ നമുക്ക് പോകാൻ കുറച്ചും കൂടി എളുപ്പം എന്നുള്ളത് അത് ചൂസ് ചെയ്യുക. പിന്നെ ഭയങ്കര സിമ്പിളാണ്. അതിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയുള്ള കുറച്ച് ഇതുണ്ടാവും. CV അപ്ലോഡ് ആക്കുക, പിന്നെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക, ക്വാളിഫിക്കേഷൻ വൈസൊക്കെ ഉള്ളത് തീരും. പിന്നെ നമുക്ക് മെയിൽ കിട്ടും. പിന്നെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഞാൻ പറഞ്ഞ പോലെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് മെയിൽ കിട്ടും. അതല്ല നോർമൽ ആണെങ്കിൽ CV, ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട്, അങ്ങനത്തെ അവർ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പോവുക, അറ്റൻഡ് ചെയ്യാം. സോ അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഹൗ ടു അപ്ലൈ എന്നതിന് പറ്റിയുള്ള എൻ്റെ മറുപടി. സോ ഐ ഹോപ്പ് ഇത് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുള്ളായിരുന്നു. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്വാളിഫിക്കേഷൻസ്. ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, അല്ലെങ്കിൽ ഖത്തർ എയർവേസിൽ ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്ന ക്വാളിഫിക്കേഷൻസ് എന്താണെന്നുള്ളത്. ഓരോ എയർലൈനിൽ എനിക്ക് തോന്നുന്നു ഡിഫറെൻ്റ് ആണ്. ഇൻ്റർനാഷണലിലും ഡൊമസ്റ്റിക്കിലും ഓഫ് കോഴ്സ് കുറച്ച് വ്യത്യാസമുണ്ട് ക്വാളിഫിക്കേഷൻ വൈസ്. ഖത്തർ എയർവേസ് ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടിയിട്ട് അവർ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മിനിമം ഏജ് ഓഫ് 21 ആയിരിക്കണം. പിന്നെ മിനിമം ആം റേഞ്ച് 2 and 2 cm. ഇത് കുറച്ച് പേര് ചോദിച്ചൊരു സംഭവമാണ്, ഈ ഹൈറ്റ് റിക്വയർമെൻറ്റ്സ്. ഇതിൽ ഹൈറ്റ് റിക്വയർമെൻറ്റ് ആയിട്ടല്ല ഇവർ പറയണത്. ഇവർ പറയണമെന്ന് വെച്ചാൽ 2 and 2 cm നമുക്കിങ്ങനെ കൈ എത്തിച്ച് നമ്മുടെ കൈ തൊടാൻ പറ്റണം. 2 and 2 cm കൈ ഇങ്ങനെ തൊടാൻ പറ്റും. അത് നമുക്ക് ഇങ്ങനെ അല്ലെങ്കിലും നമ്മുടെ കാല് പൊന്തിച്ചാണെങ്കിലും നമുക്ക് ആ 2 and 2 cm നമുക്ക് കൈ പൊന്തിക്കാൻ പറ്റുമോ, അതാണ് ഇവർ ഹൈറ്റ് റിക്വയർമെൻറ്റ് ഇതിൽ പറയണം. ആം റീച്ചാണ് ഇവർ പറയണത്. പിന്നെ ഉള്ളത് ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ്, +2 ക്വാളിഫിക്കേഷൻ, പിന്നെ ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ്. ഇതും കുറച്ച് പേര് ചോദിച്ചായിരുന്നു. ലാംഗ്വേജിൽ ഇവരാകെ മെയിൻ നോക്കുന്നത് ഇംഗ്ലീഷാണ്. പിന്നെ ബാക്കി ലാംഗ്വേജസ് അറിയാമെങ്കിൽ നല്ലത്, +point ആണ്. ബട്ട് ക്വാളിഫിക്കേഷൻ വൈസ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് നിങ്ങൾ ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ് ആയിരിക്കണം, റിട്ടേൺ ആൻഡ് ബോത്ത് സ്പോക്കൺ. പിന്നെ എക്സെപ്ഷണൽ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, പിന്നെ പാഷൻ ഫോർ സർവീസ്. ഓഫ് കോഴ്സ് ഇതൊരു ഹോസ്പിറ്റാലിറ്റി, ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോലി ആയതുകൊണ്ട് കാരണം ഇതും രണ്ടും അവർ കൂടുതൽ നോക്കുന്ന 2 സംഭവങ്ങളാണ്. പിന്നെ എക്സലൻറ്റ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, പിന്നെ വില്ലിങ്നെസ് ടു റീലൊക്കേറ്റ് ടു ദോഹ. ക്യാബിൻ ക്രൂ, ഖത്തർ എയർവേസ് ക്യാബിൻ ക്രൂവിൻ്റെ ബേസ് എന്ന് പറയുന്നത് ദോഹയിലായിരിക്കും. അപ്പോൾ നമ്മുടെ വീട് പോലെ നമ്മൾ ഒരു ഫ്ലൈറ്റിന് പോയി തിരിച്ച് ദോഹയിൽ വരുന്നു, ദോഹയിൽ നിന്ന് പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ ദോഹയിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാനുള്ളൊരു വില്ലിങ്നെസ് നമുക്കുണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻസ് ഖത്തർ എയർവേസ് ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്നത്. പിന്നീട് കുറേ പേര് ചോദിച്ചൊരു സംഭവമാണ് ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടി ഡിപ്ലോമ ആവശ്യമുണ്ടോ, ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടി കോഴ്സ് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് കോഴ്സാണ് ഞാൻ എടുത്തത്, അല്ലെങ്കിൽ എവിടെയാണ് നല്ല ഡിപ്ലോമ കിട്ടണത് എന്നൊക്കെ പറഞ്ഞ് കുറേ ചോദിച്ചായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ഡിപ്ലോമ എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് തരാൻ
എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ചെയ്യാത്തൊരു സംഭവം ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് പറയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ PG കഴിഞ്ഞ് എൻ്റെ PG കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ, ഒരു ആഡ് വന്നപ്പോൾ ഞാനങ്ങനെ അപ്ലൈ ചെയ്താണ് ഞാനിവിടെ വന്നത്. അപ്പോൾ എനിക്കിത് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നുമേ ഞാൻ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് സ്ട്രീമായിരുന്നു. അപ്പോൾ പിന്നെ വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ അത് ആവശ്യമുണ്ടോ എന്നുള്ളത്. അങ്ങനെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏത് സ്ട്രീം, ഇവിടെ നഴ്സ്, എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചവരുണ്ട്, ജോലി ചെയ്യണവരുണ്ട്. അപ്പോൾ അതൊന്നും ഒരു ഇതല്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇതുണ്ടാവുള്ളൂ, എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ, നിങ്ങൾ അത്രയും പാഷനേറ്റ് ആയിട്ടൊരാളാണ്, കൂടുതൽ അറിയണം, കൂടുതൽ പഠിക്കണം എന്നൊക്കെ ഉള്ളതാണെങ്കിൽ ഓഫ് കോഴ്സ് അത് നല്ലൊരു ഇതാണ്. അത് പഠിച്ചവരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കാത്തവരും ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ അത് നിർബന്ധം ഉണ്ടാകുന്ന വെച്ചാൽ നിർബന്ധമില്ല. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ വേണ്ട. പക്ഷെ അങ്ങനെ ക്യാബിൻ ക്രൂ ആവാൻ ഡിപ്ലോമ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ വന്ന വേറൊരു ചോദ്യമാണ് ഈ ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിൻ്റെ എത്ര റൗണ്ട്സ് ഉണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ 2 തരം ഇൻ്റർവ്യൂ ആണ് എൻ്റെ അറിവിൽ ഇപ്പം ഉള്ളത്. ഒന്ന് നോർമൽ നമ്മളെ വാക്കിൻ ഇൻ്റർവ്യൂസ്, രണ്ടാമത്തത് മീറ്റ് ആൻഡ് ഗ്രീറ്റ്. ഞാൻ പോയത് മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്നുള്ള ഇൻ്റർവ്യൂ ആണ്. അതായത് നമ്മൾ അപ്ലൈ ആക്കി അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്ത് കുറച്ച് പേരെ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും. വാക്കിനാകുമ്പോൾ നമ്മൾ ജസ്റ്റ് പോവുക, CV കൊടുക്കും, അവിടെ നടക്കും, അങ്ങനെയല്ലേ. മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അപ്ലൈ ആക്കി അവർ അതിൽ നിന്ന് കുറച്ച് പേർ സെലക്റ്റഡ് ചെയ്ത ആൾക്കാരെ വിളിക്കും. നമുക്ക് മെയിൽ അയക്കും, നമുക്കൊരു സ്ഥലം, ഒരു വെന്യൂ, ഒരു ടൈം, ഒരു സ്ലോട്ടൊക്കെ തരും. അതിന് നമ്മൾ പോകണം. അപ്പോൾ എൻ്റെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഇൻ്റർവ്യൂവിന് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ 3 ദിവസത്തിന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് വരണം. അവരൊന്ന് ഓൾറെഡി മെയിലിൽ മെൻഷൻ ആക്കിയിട്ടുണ്ടാവും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ CV ഡ്രോപ്പും ഹൈറ്റ് ചെക്കും എന്നുള്ളൊരു ചെയ്യണ ഒരു ഡേ ആണ്. നമ്മൾ CV ഡ്രോപ്പ് ചെയ്യും, അവർ റാൻഡംലി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ ഉത്തരം പറയും. അപ്പോൾ അതിനുശേഷം അവൾ ജസ്റ്റ് വെയിറ്റ് അല്ല, അവർ ഹൈറ്റ് ജസ്റ്റ് നോക്കും. ആ ടൈമിൽ അവർ കുറച്ച് പേരെ സെലക്ട് ചെയ്യും, റാൻഡംലി എന്നിട്ട് അവർ നെക്സ്റ്റ് ഡേക്ക് ഉള്ളൊരു സ്ലോട്ട് തരും. ഒരു ടൈം ഉണ്ട്, മേ ബി മോർണിംഗ് ആയിരിക്കാം, ഈവനിങ് ആയിരിക്കാം. എനിക്ക് മോർണിംഗ് ആണ് കിട്ടിയത്. രണ്ടാമത്തെ ദിവസം നടക്കണ എന്താണെന്ന് വെച്ചാൽ അവരൊരു പ്രസൻറ്റേഷൻ ഉണ്ടാവും. അതായത് എന്തൊക്കെയാണ് ക്യാബിൻ ക്രൂ ബെനഫിറ്റ്സ്, അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ ജോലി ഡിമാൻഡ് ചെയ്യണ എന്തൊക്കെയാണ്, കമ്പനി, അങ്ങനെ കുറച്ച് അതിനെ പറ്റിയുള്ളൊരു പ്രസൻറ്റേഷൻ ഉണ്ടാവും. ചോദ്യങ്ങൾ ചോദിക്കേണ്ടവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടാവും. അതിനുശേഷം ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ടാവും. ബേസിക്കലി ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഗ്രാമർ അതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ്. പിന്നെ ഒരു കോൺവെർസേഷൻ ടൈപ്പ് കുറച്ച് ഒക്കെ ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് സ്കാർ ടെസ്റ്റ്, അല്ലെങ്കിൽ സ്കാർ ടെസ്റ്റ് എന്നൊക്കെ പറയും. അതായത് നമുക്കിപ്പോൾ നമ്മുടെ വിസിബിളി നമ്മൾ മെയിനായിട്ടൊക്കെ നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ യൂണിഫോം ഇട്ട് കഴിഞ്ഞതിന് ശേഷം വിസിബിൾ ആയിട്ടുള്ള ഏരിയാസിൽ എന്തെങ്കിലും സ്കാർ, ആക്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. ഓഫ്കോഴ്സ് ക്യാബിൻ ക്രൂ എന്നുള്ള ജോലി നിങ്ങൾക്ക് അറിയാം കുറച്ച്. അപ്പോൾ ഇമേജ് അതൊക്കെ കുറച്ച് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ജോലി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റൗണ്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അവർ ചോദിക്കും, 1 to 1 പേഴ്സൺ അവർ വിളിച്ച് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാനുണ്ടോ. മേ ബി അവർ ചിലപ്പോൾ അവരായിട്ട് ചോദിക്കും ഇതെന്താണ് ഇങ്ങനെ ബട്ട് അതങ്ങനെ ഇതാണ് അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഉത്തരം പറയേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഡിക്ലെയർ ചെയ്യാം. നേരത്തെയൊക്കെ ടാറ്റു അവർ ചോദിക്കുമായിരുന്നു, ടാറ്റു അലൗഡ് ആയിരുന്നില്ല. ബട്ട് ഇപ്പോൾ ടാറ്റു യൂണിഫോം ഇട്ട് കഴിഞ്ഞ് വിസിബിൾ അല്ലാത്ത ഏരിയാസിൽ നമുക്ക് ടാറ്റു ആവാം. സോ അത് കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അവർ കുറച്ച് പേരെ സെലക്ട് ആക്കി. പിന്നെ ആണ് ലാസ്റ്റ് 3rd ഡേ, ഫൈനൽ ഡേ പേഴ്സണൽ ഇൻ്റർവ്യൂ. കോമൺലി പിന്നെ വന്നൊരു ചോദ്യമാണ് അടുത്ത ഹയറിങ് എപ്പോഴാണെന്നുള്ളത്. അതും ഞാൻ പറഞ്ഞില്ല, അതിപ്പോൾ ഞാനെന്നല്ല ആര് പറയുവാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നിങ്ങൾ എപ്പോഴും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ ഇന്ത്യയിൽ ഞാനിപ്പോൾ ഒന്നും കണ്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ നാളെ അവർ പുതിയതൊരു ആഡാക്കാണ്ടിരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇപ്പോൾ അവരെ നോക്കിയിട്ട് ഞാൻ കുറച്ച് കണ്ടതിൽ ജർമ്മനി, പിന്നെ പ്രാഗ്, അങ്ങനത്തെ കുറച്ച് സ്ഥലത്താണ് അവരിപ്പോൾ ഇൻ്റർവ്യൂ വാക്കിനാണെങ്കിൽ അല്ലാണ്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഹയറിങ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമ്മൾ ഇതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക. ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കറിയാം നമ്മുടെ എന്ന് വെച്ചാൽ ഒരു ഓഫീസ് പോയി അങ്ങനെ വന്നൊരു ജോലിയേ അല്ല, നമ്മുടെ ഓഫീസ് റിലേറ്റഡ് ജോബല്ല.
നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണ സ്ഥലത്ത് പോലും നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഫ്ലൈ ചെയ്തവരുടെ കൂടെ പിന്നീട് എപ്പോഴെങ്കിലും ഫ്ലൈ ചെയ്താലായി, ഇല്ലെങ്കില്ല. ഞാൻ ആദ്യം ഫ്ലൈ ചെയ്ത ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്നെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ നമ്മുടെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വർക്കാണ്, ഓഫീസ് റിലേറ്റഡ് ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഓഫീസിലൊക്കെ പോണ കുറച്ച് ആൾക്കാരായിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ കിട്ടും, അതിനെപ്പറ്റി നമുക്ക് അറിയാൻ പറ്റും നെക്സ്റ്റ് ഹയറിങ് എപ്പോഴാണ് എന്താണെന്നൊക്കെ ഉള്ളത്. ഇത് ഞാനും ഇങ്ങനെ സൈറ്റിലൊക്കെ നോക്കുമ്പോഴാണ് അറിയുക. അപ്പോൾ സൈറ്റിൽ ഇപ്പോൾ വരെ നോക്കിയതിൻ്റെ ഒരു ഇതുവരെ പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നതും ഇപ്പോൾ വേറെ ആര് പറഞ്ഞാലും നിങ്ങളെപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിക്കൊണ്ടേ ഇരിക്കുക. ചില സൈറ്റിൽ എനിക്കറിയാം ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ബെൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ എനേബിൾ ആക്കി ഇടുക. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് അങ്ങനത്തെയൊക്കെ അറിയാൻ. ഇതാണ് എനിക്ക് കോമൺലി വന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്ത് ഒരു വീഡിയോ ആക്കാമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഐ ഹോപ്പ് കുറച്ച് പേരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇൻഫോർമേഷൻസൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ്. ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ അതിന് ഉത്തരം കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും മെസ്സേജ് ഞാൻ പറ്റുന്നതിനൊക്കെ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്. അല്ലെന്നാണെങ്കിൽ ഞാൻ വീഡിയോസ് വഴിയാണെങ്കിലും പറ്റുന്ന രീതിയിൽ ഇടുന്നതായിരിക്കും. പിന്നെ കുറച്ച് ലാഗ് തന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചാളായിട്ട് വയ്യായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ വരാനായിട്ട് കുറച്ച് ലാഗ് വരുന്നത്. പിന്നെ ഷെഡ്യൂളൊക്കെ കുറച്ച് അങ്ങനെയായിരുന്നു. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ബൈ.